നമസ്കാരം. ട്രൂത്ത് വിഷൻ സ്പെഷ്യൽ സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് ഒരിക്കലും നിഷേധിക്കാൻ പാടില്ലാത്ത ഒന്നാണ് ശുദ്ധവായുവും ശുദ്ധജലവും. എന്നാൽ കേളകം പൂവത്തിൻചോലയിലെ ഏകദേശം 15ഓളം കുടുംബങ്ങൾ ഒരു കോഴി ഫാം മൂലം ദുർഗന്ധത്താലും അതുപോലെ തന്നെ ഈച്ചയുടെ ശല്യത്താലും ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. സ്വയം തൊഴിലാണെങ്കിൽ അയാൾ സ്വന്തം ചെയ്യണ്ടേ? അപ്പോൾ അങ്ങനെ ഈ സ്വയം തൊഴിലല്ലോ, ഇത് വ്യവസായ രീതിയിലാണല്ലോ. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നേ ഇല്ല, ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. പഞ്ചായത്തിൽ നിന്ന് ഒരു പ്രശ്നം വന്ന് പൂട്ടി കഴിഞ്ഞപ്പോഴാണ് കൊട്ടിയൊരു ഫാം തുടങ്ങിയത്. ഒരു രക്ഷയില്ല ഇവിടെ ജീവിക്കാൻ. കാരണം ഭക്ഷണം കഴിക്കണം, ഛർദിയൊക്കെ, തലവേദനയും ചുമയൊക്കെ, സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. കോഴി ഫാമിൽ നിന്ന് ഭയങ്കരമാണോ ഈച്ചയാന്ന്. ഈച്ചയുടെ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. പൂവത്തിൻചോലയിലെ ബിജു പോൾ മാലാട്ട് എന്ന സ്വകാര്യ വ്യക്തി നടത്തുന്ന ഈ കോഴിഫാമിൽ അനുവദനീയമായതിൽ കൂടുതൽ കോഴികളെ വളർത്തുന്നുണ്ടെന്നും ഇതുമൂലം രൂക്ഷമായ ദുർഗന്ധവും ഈച്ചശല്യവും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടെന്നുമാണ് ഇവിടുത്തെ നാട്ടുകാരുടെ പരാതി. ഫാമിനെതിരെ പരാതികൾ ഉയർന്നു വരുമ്പോൾ മാത്രം ഇവിടം ക്ലീൻ ചെയ്യുമെന്നും ആരോഗ്യവകുപ്പും മറ്റും പരിശോധനയ്ക്കെത്തുമ്പോൾ യാതൊരു തരത്തിലുമുള്ള പിഴവുകളില്ലെന്ന് പറയുമെന്നും വിഷയത്തിൽ ഇനി എവിടെയാണ് പരാതി നൽകേണ്ടതുമെന്നുള്ള ആശങ്കയിലാണ് ഇവിടുത്തെ പ്രദേശവാസികൾ. അടുത്താണ് എൻ്റെ വീട്. അവിടുന്ന് മണവും ഈച്ചയും കാരണം അവിടെ പുറത്തിറങ്ങി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എപ്പോഴും മണമാണ്. പിള്ളേർക്കാണെങ്കിൽ പഠിക്കാൻ പറ്റുന്നില്ല. ആ റൂമിനുള്ളിൽ കിടന്നുറങ്ങുന്ന സ്ഥലത്തൊക്കെ ഈച്ചയാണ്. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നേ ഇല്ല. നമുക്കിതിനൊരു പരിഹാരം കണ്ടെത്തണം. നമുക്കിവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇതിനെന്തായാലും ഒരു പരിഹാരം കണ്ടെത്തുക. ഇവിടെ ഫാം വേണ്ട, നമുക്കിവിടെ താമസിക്കണം. എന്നും ഈ മണവും അടിച്ച് നമുക്കിവിടെ ജീവിക്കാൻ പറ്റൂല. ഇവിടെ 2016 മുമ്പ് തുടങ്ങിയതാണ്. ഏതാണ്ട് ഒരു 16 വർഷത്തിന് മേളിലായി ഈ കോഴി ഫാം ഇവിടെ തുടങ്ങിയിട്ട്. ഈ കോഴി ഫാം ഇദ്ദേഹം ഞങ്ങളുടെ അയൽവാസിയോടെ താമസിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അന്നേരം അദ്ദേഹം കുറച്ച് കോഴികളെ വളർത്തി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് കുഴപ്പമില്ല, ജോലിയില്ലാത്ത മനുഷ്യരെ ചെയ്തോട്ടെ എന്ന് ഞങ്ങൾ വിചാരിക്കുകയും അതും പ്രകാരം ഞങ്ങളൊന്നും മിണ്ടുകയും ചെയ്തില്ല. അതിനുശേഷം ഇദ്ദേഹം തോന്നിയെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ വൈഫിന് ഈ കോഴി ഫാമിൻ്റെ ഈ മണം കാരണം അലർജിയുള്ള സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളെയും കൊണ്ട് ഇതിന് നേരെ ഓപ്പോസിറ്റ് സ്ഥലത്ത് പോയിട്ട് സ്ഥലം മേടിച്ച് വീട് വെച്ച് അവിടെ താമസിച്ച ശേഷം ഇയാൾ പിന്നെന്ത് പണിയെന്ന് വെച്ചാൽ ഇവിടെ ഓരോ പ്രാവശ്യവും ഒരു 3 മാസം കൂടുമ്പം അങ്ങനെ 7 വലിയ ഷെഡുകളാണ് ഇയാൾ തീരുമാനിക്കുന്നത്. ഈ 1500 കോഴികളിലെ ഈ 7 ഷെഡിൽ അല്ലെങ്കിൽ 4500 കോഴികളെ ഈ 7 ഷെഡിലിൻ്റെ ആവശ്യമുണ്ടോ? ഈ പ്രശ്നം തുടങ്ങിയതിന് ശേഷം കോഴികളെല്ലാം ഇയാൾക്ക് കൊട്ടിയൊരു ഫാമുണ്ട്. ആ ഫാമിലേക്ക് ഇയാൾ കോഴികളെല്ലാം കൊണ്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് പഞ്ചായത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ പഞ്ചായത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ആരെങ്കിലും ലീക്ക് ചെയ്ത് കൊടുക്കുകയാകും. ആ സമയം നോക്കിയിട്ട് രാത്രി വന്നിട്ട് ഇദ്ദേഹം എന്തോന്ന് വെച്ചാൽ ഈ കോഴികളെല്ലാം ഈ വണ്ടിക്ക് അടിച്ചു കൊണ്ടുവന്ന് കൊട്ടിയൂർ ഫാമിലേക്ക് മാറ്റും. ഇവിടെ ആരും ഇരുമ്പ് ഈ പറഞ്ഞ മാതിരി എണ്ണത്തിൽ വളരെ കുറവായിരിക്കും. ഈച്ചലാണ് ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്കാണ് വരുന്നത്. ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ അകത്ത് ഒരു ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ ഒരു ചായ കുടിക്കാനോ വിശ്രമിക്കാനോ ഞങ്ങൾക്ക് പറ്റത്തില്ല. ഒരു ചോറുണ്ടെങ്കിൽ ഞങ്ങളൊന്നും എടുക്കണം, ഇടത്തുകയിൽ ഈ നമ്മുടെ ഈ ടവലും പിടിച്ചിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? പഞ്ചായത്തിന്റെ ലൈസൻസ് ഇല്ല, ഇതുവരെ പഞ്ചായത്തിന്റെ ലൈസൻസ് ഇല്ല. ഇവന് പൂവത്തിൻചോല ആണ് നമ്മൾ താമസിക്കുന്നത്. പൂവത്തിൻചോല ഏകദേശം കേരളത്തിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ റോഡ് സൈഡിനോട് ചേർന്നാണ് ഫാമുള്ളത്. നമ്മുടെ ഇവന്റെ ഫാമിന്റെ ചുറ്റുവട്ടം മൊത്തം വീടുകളാണ്. പിന്നെ പുള്ളിക്കാരൻ്റെ ഫാമിൽ നിന്നുള്ള ദുർഗന്ധം, കോഴിയിൽ നിന്ന് വരുന്ന ദുർഗന്ധവും പൊടിയും ഈച്ചയും കാരണം നമുക്ക് അവിടെ താമസിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ വീടുകളിൽ താമസിക്കാൻ ഒരു കാരണവശാലും പറ്റുന്നില്ല. നമ്മളിതിലെ സ്ഥിരം യാത്രക്കാരാണ്. നമുക്കിതിലെ പോകുമ്പോൾ ഒരു മനുഷ്യന് വായുവും വെള്ളവും ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയുള്ള പല കുടുംബങ്ങളും ആ ഒരു വ്യക്തിയുടെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഇവിടെ പല കുടുംബങ്ങളും എത്രയോ സുഖമില്ലാതെ കിടക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞു മക്കളെയും കൊണ്ട് ഇരിക്കുന്നവരും ഇവരെല്ലാവരും വളരെ ബുദ്ധിമുട്ടിയാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. കൊട്ടിയൂർ, കേളകം, കണിച്ചാർ എന്നീ 3 പഞ്ചായത്തുകളിലെ കുടുംബങ്ങൾക്കുള്ള കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെട്ട വാട്ടർ ടാങ്കാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഈ പ്രദേശത്തും പൈപ്പിന് ചുറ്റുമായിട്ട് നിരവധി ഈച്ചകൾ പറക്കുന്നത് കാണാൻ സാധിക്കും. കോഴി ഫാമിൻ്റെ ഒരു 2 ചുവട് ചേർന്നാണ് ഈ വാട്ടർ അതോറിറ്റി നിൽക്കുന്നത്. ഈ വാട്ടർ അതോറിറ്റി എന്ന് പറയുന്നത് 3 പഞ്ചായത്തിന് കുടിക്കാനുള്ള ശുദ്ധജലമാണ് ഇതിൽ ശേഖരിക്കപ്പെടുന്നത്. ഇത് സർവീസ് ചെയ്യുമ്പോൾ ഈ ഫാം ഇവിടെ നിലനിൽക്കുന്ന സമയത്ത് ഈ 3 പഞ്ചായത്തിലെ മനുഷ്യർ ഏതെങ്കിലും വിധേയമായിട്ടുള്ള ഏതെങ്കിലും രോഗങ്ങൾക്ക് അടിമപ്പെടുന്നു എന്ന് ഞങ്ങൾ ആശങ്കപ്പെടുന്നുണ്ട്. അതേസമയം നിരവധി പരാതികൾ ഉയർന്നു വന്നിട്ടും
ഈ കോഴിഫാമിനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് കേളകം പഞ്ചായത്തിലേക്ക് കഴിഞ്ഞ ദിവസം പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടന്നിരുന്നു. ഇതിന് ഫലമായി പൂവത്തിൻചോലയിലെ കോഴിഫാമിനോട് ചേർന്നുള്ള പ്രദേശവാസികൾക്ക് കേളകം പഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി ജോസഫ് ട്രൂത്ത് വിഷൻ ന്യൂസിനോട് പറഞ്ഞു. എന്ത് നടപടിയാണ് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കാൻ സാധിക്കുക? അവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ്, അതായത് ഇതിന്റെ പരിസരത്ത് താമസിക്കുന്ന ആളുകളുടെ ഒരു മെഡിക്കൽ ക്യാമ്പ് ഡോക്ടറെ വെച്ച് നടത്തിയിട്ട് ഈ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ രോഗം ഉണ്ടാകുന്നത് എന്നൊരു പരിശോധന നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം കൂടി അതിനകത്ത് എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. നിലവിൽ പഞ്ചായത്തിന്റെ യാതൊരു അനുമതിയുമില്ലാതെയാണ് ഏകദേശം 15 വർഷത്തോളമായി ഈ കോഴിഫാം ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. നിരവധി പരാതികൾ ഈ ഫാമിനെതിരെ ഉയർന്നു വന്നിട്ടും നാളിതുവരെയായും യാതൊരു നടപടിയും വേണ്ടപ്പെട്ട അധികൃതർ സ്വീകരിച്ചിട്ടില്ല. എത്രയും പെട്ടെന്ന് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണമെന്നാണ് ഇവിടുത്തെ പ്രദേശവാസികളുടെ ആവശ്യം. അശ്വതി കൊട്ടിയൂരിനോടൊപ്പം അക്ഷര, ട്രൂത്ത് വിഷൻ ന്യൂസ്, കേളകം.